ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റവും പുതിയ ആധാർ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ആധാർ സർവീസ് സെൻറ്റർ സന്ദർശിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് മൊബൈൽ നമ്പർ, അഡ്രസ്സ്, പേര് തുടങ്ങിയവ എല്ലാം തന്നെ നമുക്ക് സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ആപ്പിലൂടെ ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കൂടാതെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് നൽകേണ്ട സ്ഥലങ്ങളിൽ നമ്മുടെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കാൻ ഡിജിറ്റലായിട്ട് ഷെയർ ചെയ്യാനും ഈ ഒരു ആപ്പ് മുഖേന നമുക്ക് സൗകര്യമുണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ ആധാർ കാർഡ് നൽകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം ഷെയർ ചെയ്യാനുള്ള സൗകര്യവും ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യം നമ്മുടെ ഫോണിലുള്ള ആപ്പ് സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ആധാർ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ മുകളിൽ ആധാർ എന്നുള്ള പഴയ ആപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആധാർ എന്നുള്ള ഈ ഒരു ഐക്കൺ കാണും. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ആപ്പ്. അപ്പോൾ നമുക്കിവിടെ ഈ ആപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ശേഷം ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഗെറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആൻഡ്രോയിഡിലാണെങ്കിൽ ഇൻസ്റ്റാൾ എന്നായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫോണിലെ ആപ്പ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം.